ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പേർലി മണി ഷോയിൽ ആസിഫ് അലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ മെയിൻ റെസിപ്പി എന്ന് പറയുന്നത് അതാണ്. ഇന്നത്തെ ലഞ്ചിന് ഞാനതാണ് തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത്രയ്ക്ക് രുചിയായിട്ടുള്ളൊരു ഡിഷാണ്. ഞാൻ ഇതിന് മുന്നേ ഇത് ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഇതിന് മുന്നേ ഇതിനെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വാക്കുകാർക്ക് കേട്ടിട്ടുണ്ടെന്നല്ലാതെ കഴിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കണമെന്ന് എനിക്കും അതിയായ ആഗ്രഹം തോന്നി. വളരെ നിസ്സാരമായിട്ടുള്ളൊരു ഡിഷാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കാൻ മടിക്കരുത്, ചെയ്ത് നോക്കണം. ഇത് ഉണക്കച്ചെമ്മീനിലും പച്ചച്ചെമ്മീനിലും ഉണ്ടാക്കാം. ആദ്യം അതിനായിട്ട് വേണ്ടത് 1 കപ്പ് തേങ്ങയും അതിലേക്ക് ഒരു 4-5 കൊച്ചുള്ളി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളി, 2-3 പച്ചമുളക്, ഒരു വലിയ മുരിങ്ങയ്ക്കായ. ഇത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് 1 കിലോ ഇല്ല, ഒരു 3/4 കിലോയോളം കൊഞ്ചാണ് ഞാൻ ഇതിനൊക്കെ എടുത്തിരിക്കുന്നത്. ഇതാണ് ചെമ്മീൻ. പിന്നെ ഇതിനൊക്കെ ഏറ്റവും മെയിനായിട്ട് ആവശ്യമായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ചക്കക്കുരുവാണ്. ഞാൻ ഓൾറെഡി ചക്കക്കുരു കുക്കറിലാണ് വേവിച്ചത്. ചക്കക്കുരു ശകലം ഉപ്പും ഇട്ട് വേവിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതേ കുക്കറിലേക്ക് തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ ഈ അരിഞ്ഞ് വച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്ക് ഇതെല്ലാം ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നത് അത്ര മതിയാവും. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തന്നെ ഒന്ന് കഴുകി അതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അതുകൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മൊത്തം കൂട്ട് നമുക്ക് അതിനുള്ളിലേക്ക് കിട്ടും. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ കുറഞ്ഞ അളവിൽ പുളി ഇതിലേക്ക് ആവശ്യമാണ്. ഓവറായിട്ടൊന്നും പുളി ആവശ്യമില്ല, കാരണം തക്കാളി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ച് അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ളൊരു ചെറിയ പുളി, നമ്മൾ മീനിനൊക്കെ ഒഴിക്കുന്ന പോലെ ആവശ്യത്തിന് പുളി ഇതിനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് പുളി നിന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യമുള്ള ഉപ്പിടാൻ മറന്നു പോകരുത്. ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടി ഒന്ന് വിടണം. വേകാൻ വേണ്ടി ഒന്ന് വച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് തിളയ്ക്കുന്ന സമയത്തിൽ ചെമ്മീനൊന്ന് വെന്തു എന്ന് മനസ്സിലാവുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടെ ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചക്കക്കുരു വേവിക്കാൻ വച്ചിരിക്കുന്നതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കളയരുത്. അത് കണക്കാക്കി വേണം നമ്മൾ ചെമ്മീനിലേക്ക് ബാക്കിയുള്ള ടൈമിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ അളവൊന്ന് കുറച്ച് വേണം നിങ്ങൾ ഒഴിക്കാൻ ശ്രമിക്കണം. ഞാൻ അതിൻ്റെ വെള്ളവും കൂടെ ഉപയോഗിച്ചാണ് ഇതിൽ അരയ്ക്കാനും എല്ലാത്തിലും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോവില്ല. നല്ല വെള്ളത്തിലും നമ്മൾ ചക്കക്കുരുക്കെ വേവിച്ചെടുക്കണം, അതിൽ വേറെ പ്രത്യേക അഴുക്ക് ഒന്നും വരാനില്ല. അപ്പം ഞാൻ അതാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് അല്പം കൂടത്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ വറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോന് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അപ്പോൾ അതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് ചെമ്മീനും മാങ്ങ ഇട്ടത്. ഇപ്പം നമ്മൾ ഈ ചെമ്മീൻ നമ്മൾ കറി വെച്ചതിൽ ഈ തക്കാളിക്ക് പകരം മാങ്ങ വേണമെങ്കിൽ നമുക്ക് ചേർത്തിട്ടുണ്ടാക്കാം. അതും ഇതിനേക്കാൾ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. എനിക്കിത് കഴിച്ച് കഴിഞ്ഞാണ് ഞാൻ നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അത്രത്തോളം എനിക്ക് രുചി മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. ഇതിൽ മാങ്ങയും ചേർത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, ഇതുപോലെ ചെയ്ത് നോക്കൂ. അതേപോലെ തന്നെ തക്കാളിക്ക് പകരം മാങ്ങ ആഡ് ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം